ആനപ്പിണ്ടി പുല്ലൊന്നല്ലത് മണത്ത് നോക്കുന്നു പട്ടി നടന്നൂടെ. അതാ പുതിയ ഊടുവഴികൾ കണ്ടെത്തി. ചന്ദ്രൻ. ഓ എന്താ വ്യൂ. എവിടെ സൂര്യൻ ആ 2 മല ഉണ്ടോ? അടിപൊളി വ്യൂ അല്ലേ? 2 മലൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ പൊന്തി തന്നെ. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ താഴ്ന്നൊരു ഇൻട്രോ എടുത്തിരുന്നു, പക്ഷേ അവിടെ ലൈറ്റ് വളരെ കുറവാണ്, തീരല്ല. അപ്പോൾ സമയം ഒരു 5-6 മണി കഴിഞ്ഞ് 6 മണിക്ക് ഞങ്ങൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി. ഈ പാറയുടെ മുകളിൽ ഇതല്ല കേട്ടോ, ഇത് ഞങ്ങളിപ്പോൾ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി വന്നതാണ്. കണ്ടോ ന്യൂ ഇയറിൽ ഈ വർഷത്തെ ഫസ്റ്റ് വീഡിയോ അല്ലേ? രാവിലെ 5:30 എന്നെ വിളിച്ചിട്ട് പോവല്ലേ എന്ന് വെച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നേരം വെളുത്തിട്ടില്ല. ചാടിക്കോ. ഇവിടെ പാറ പിക്കൊരു സെറ്റും ഇല്ല കേട്ടോ, അടിപൊളി പിക്ക് എടുക്കാം. എൻ്റെ മോനെ എന്താ വ്യൂ കൂടെ. ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താ അറിയോ, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള വലിയൊരു പാറയാണ്. നമ്മൾ ന്യൂ ഇയറൊക്കെ ആയിട്ട് ഫസ്റ്റ് ദിവസം രാവിലെ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ഈ ഭയങ്കര ഇരുട്ടായിരുന്നു. അപ്പോൾ നേരം വിളിക്കാൻ കുറച്ച് സമയം എടുക്കും, ലൈറ്റ് വരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഇൻട്രോ എടുക്കാൻ വേണ്ടി ഒരു 3-4 അങ്ങനെ എടുത്ത് നോക്കി, ക്ലിയർ ഉള്ള സ്ഥലം നോക്കിയിട്ടേ. ഞാനുണ്ട്, മാനുണ്ട്, റിയാസുണ്ട്. അപ്പോൾ ഈ പാറിൻ്റെ മുകളിൽ കയറിയൊക്കെയാണ്. അതിന് മൂനാടിൻ്റെ ബാക്കിലായിട്ടാണ് വരിക. ശരിക്കും പൊൻപാറ, ഇടത്തനാട്ടുകര പൊൻപാറ റൂട്ടിൽ പോയിട്ടാണ് ഇങ്ങോട്ടുള്ള വഴിയുള്ളത്. കുറച്ച് ഉള്ളിൽ കൂടെ കാട്ടുകൂടെ ഒക്കെ കയറി വേണ്ട, ബൈക്ക് അവിടെ കിടക്കുന്നുണ്ട്. കുറച്ച് ഇരുട്ടാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ഓഫ് റോഡ് ഉണ്ട് ഈ സൈഡിൽ കൂടെ അങ്ങനെ കയറിയിട്ട്. അപ്പോൾ ഉള്ളിൽ ഇന്നലെ രാത്രി നല്ല മഴ ഉണ്ടായതുകൊണ്ട് ഇന്ന് നല്ല കോട ഉണ്ടാവും. അപ്പോൾ മോൾക്ക് കയറി വെക്കാം, പെട്ടെന്ന് കയറട്ടെ, അല്ലെങ്കിൽ കോട പോയാലോ. അപ്പോൾ നമുക്കിനി പോകുന്ന ഇതെന്ന് വെച്ചാൽ അത് ഷൂട്ട് ചെയ്യാം. കാരണം ഇവിടെയൊക്കെ ഫുള്ള് ഈ റോഡ് ഇങ്ങനെ വരുന്നത് ഫുള്ള് കല്ലും ഇതൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര പക്ക ഓഫ് റോഡ് ആയിരുന്നു. ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല, ഇവിടെ മണ്ണൊക്കെ ഇട്ട് ക്ലിയർ ആക്കിയിരിക്കണം. അപ്പോൾ നമുക്ക് പോയിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് ഷൂട്ട് ചെയ്യാം. റബ്ബർ തോട്ടത്തിലൂടെ മന്ദം നല്ല തണുപ്പുണ്ടടാ. ഇന്നലെ രാത്രി മഴ ഉണ്ടായതുകൊണ്ടേ ഭയങ്കര തണുപ്പ്. അത് ആന ഔട്ടിയതാ. ആന നടക്കണ്ടേ, ഇവിടെ ആന ഉണ്ടാവലുണ്ടേ. റബ്ബർ തോട്ടം ഇന്നലെ കണ്ടോ. ആനയല്ല, ആനക്കൻ്റെ കാലിൻ്റെ പാട്. കയറിക്കോ, ചെരുപ്പ് വരണോ? നിന്റെ വേണമെങ്കിൽ ഊരിക്കോ. സ്ലിപ്പറോ? ഒരു കമ്പി നോക്കട്ടോ. ഞാൻ കയറി. മാനോടി കയറൂലേ? കയറി ഓ എത്തി. ഇതിന്റെ ടോപ്പിലെത്തി. ഇവിടെ നല്ല വ്യൂ ഉണ്ട് കേട്ടോ. കണ്ടോ ഈ വ്യൂ ആക്കാം, ഈ കളറ് ഇങ്ങനെ കയറി അടിപൊളിയല്ലേ. ഇതല്ല വ്യൂ, ഇതിൻ്റെ അപ്പുറത്താണ്. അപ്പം നമുക്ക് കണ്ട് കയറിയാൽ കേട്ടോ, കുറച്ചും കൂടെ കയറിയാൽ മതി. എന്നാ ഇതാണോ നീളപ്പാറിൻ്റെ മുകളിൽ കണ്ടടാ? അങ്ങോട്ട് പോട്ടെ, ഇതിൻ്റെ ബാക്കിൽ അവിടെയാണ് വ്യൂ. അമ്പിളിമാമൻ പോയിട്ടില്ലല്ലോ. കളറോ കൂടെ ഒരു രക്ഷയില്ല, പൊളി. ടെൻ്റ് അടിച്ചാണല്ലോ. നല്ല ഇടാൻ വേണ്ടി ഒരു ടെൻ്റൊക്കെ അടിച്ചിട്ടുണ്ടോ? രാവിലെ കൊടുന്നിട്ടതാ അല്ല. ഹലോ. ഇതിന് താഴത്ത് കൂടി വന്നാൽ ശരിക്കും പാറമ കയറട്ടെ. ഇതാ റിയാസേ, കറക്റ്റ് പറയണമെന്നുണ്ടെങ്കിൽ അതാണ്. അവിടെ നമ്മൾ നല്ല ബൈക്ക് നിർത്തി കേട്ടോ. ഇതാക്കുന്നു. ബൈക്ക് വരും. ബൈക്ക് ഇതുവരെ വരും, ഇങ്ങോട്ടല്ലേ കയറാത്തുള്ളൂ. പക്ഷെ അവിടുന്ന് ഇങ്ങോട്ട് കയറുമ്പോൾ എന്താ പറയുക, ഇവിടെ കുറച്ച്
ആന ഉണ്ടാവും ആന. ആന ഇവിടെയൊക്കെ ശരിക്കും ആന ഉണ്ടല്ലോ. അതിൻ്റെ ടോപ്പ് വ്യൂ. ഇനി കുറച്ച് ഇതിലാണ് പോയിട്ട് അതിൻ്റെ മുകളിൽ പോകണം. അതായത് അവിടെ അല്ല പാറല്ലേ, പാറല്ല ഈ പുല്ലിൻ്റെ ലാസ്റ്റ് എൻ്റെ ഉണ്ടോ, അതിൻ്റെ അവിടെ പോയ ചെറിയൊരു വ്യൂ ഉണ്ട്. ആ മരത്തുമല്ല അല്ലേ, ഇലയില്ല, വെറും പൂ മാത്രം. ഇല്ല കിട്ടും, ഇല്ല അവിടെ കിട്ടുന്നില്ല. ഈ പാർക്ക് എന്താ ശരിക്കും പേരിടാ? ഇവിടെയാണ് കോഴിക്കോട് ഇവിടെ കേട്ടോ വരിക. കാരണം രാത്രി കയറുമ്പോൾ 7:20 ഒരു ഫ്ലൈറ്റ് ഉണ്ട്. അത് ശരിക്കും അവിടെ ഒന്ന് ഇങ്ങനെ ഇറങ്ങണ കാണാം. ആ ഇപ്പല്ല, രാത്രി. നമ്മൾ നാളെ അടുത്ത വീഡിയോ നമുക്ക് ഇങ്ങോട്ട് കയറാം. സിമ്പിളായിട്ട് ഞങ്ങൾ ഇന്നലെ കയറിയിരുന്നു, പക്ഷേ ഗോപ്രോയിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് വീഡിയോ എടുത്തില്ല. ആ കോറിൻ്റെ അതിൽ കൂടെ അങ്ങനെ വന്നിട്ട് അതിൽ കൂടെ അങ്ങനെ കയറ്റിയിട്ട് നേരെ ഇങ്ങോട്ട് വരാം. ഇതിൻ്റെ അടുത്ത് തരാം. അതിൻ്റെ പേരാണ് നീളംപാറ. ഇതിൻ്റെ താഴത്തുള്ളത് മയിലാടിപ്പാറ, ഇതിൻ്റെ അപ്പുറത്തുള്ളത് ആനപ്പാറ. പാറകളുടെ നാട്. ചാടുവോ ചാടുവോ? സ്കിഡാവും. സുന്ദരനും സുമുഖനുമായ ആടി കയറിയൊക്കെ വാ. ആ വരും, ചിലപ്പോൾ പൊന്തി വരും കേട്ടോ. നമ്മൾ നേരെ ആണ്ട് പോയി നോക്കാം. ഇതൊക്കെ വ്യൂ പൊളി അല്ലേ? ഉണ്ടോക്കെ റിയാസേ, ഈ ഒരു വ്യൂ നോക്കാം. ഇങ്ങനത്തെ ഫുള്ളുണ്ട്, വൈഡ് ആംഗിൾ ആയതുകൊണ്ട് ക്ലിയർ പൊളി. ആ മുന്നിലായിരുന്നോ? അങ്ങനെ ലാ 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 ലാ. എവിടെ പോയാലും ഈ ഒരു പരിപാടി. ആ പൊട്ടിക്കാം മാനിന്റെ പുതിയ കാല. വെള്ളക്കുപ്പി കിട്ടിയോ? ആ അടിച്ചേ പൊട്ടിച്ചേ. പൊടിച്ചു ആ പൊടിച്ചോ. ആ ഗ്യാസ് പോണെടുക്ക് ഫ്രണ്ട് കയറ്റി. ഓ പൊളി. ആ ഗ്രൗണ്ട് പോയിട്ട് എത്ര കുപ്പിയെന്ന് പറയുന്നത്. ഇതില്ല അങ്ങനെയൊന്നുമില്ല, അവിടെ പോവാ. അല്ല അതിലെ തന്നെ നടന്നു. ആ അതിലെ തന്നെ ഉണ്ട്, ഇതിലെ പോയാലും ഉണ്ട്. ഇതിപ്പോൾ ഈ പുല്ലുണ്ടായതുകൊണ്ടല്ല, അല്ലെങ്കിൽ ഇങ്ങനെ വയ്യൊന്നുമില്ല. അതിലെ തന്നെ പോന്നോ? ദാന ഉതിർന്നതാട്ടോ. കുപ്പി കണ്ടപ്പോ ഭ്രാന്തായി. അവിടെ കുപ്പി ഉണ്ട്, കാണിച്ചില്ല. പുതിയ വീഡിയോ അങ്ങനെ അതാ പൊളി പോരെ. അത് പവറായിരിക്കും കേട്ടോ. നല്ല ടൈറ്റ് ഉണ്ട്. പിടിച്ച് നടക്ക. പക്ഷെ ടോപ്പിൽ ഇത്ര വ്യൂ ഇല്ല. ആ ആന ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഇതോ ഇന്നലെ ഒരു മഴ ചെയ്തപ്പോൾ ഇവിടെ വെള്ളം ഉണ്ട് കേട്ടോ. വഴുക്കലുണ്ടാവും. പൊളി വ്യൂ. ഓ അടിപൊളി കേട്ടോ. ഓടല്ലേ ഇല്ലേ? സൂര്യൻ ഉദിച്ചായിരുന്നു നമ്മളെ ബാക്കിൽ, കണ്ടോ? പൊളി. ഇവിടെ അവിടെ കാണുന്നുണ്ടോ ചന്ദ്രൻ? ഓ എന്താ വ്യൂ. ഇവിടെ സൂര്യൻ ആ മലൻ്റെ മുകളിൽ, രണ്ട് മലൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ പൊന്തി വരുന്നുണ്ട്. നമുക്ക് കണ്ടു പോകല്ലടാ.
ഫോട്ടോഷൂട്ടിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈം ലാപ്സ് വെച്ചാലോ? ടൈം ലാപ്സ് പക്ഷേ നമുക്ക് അങ്ങോട്ട് പോകും, അവിടെ നിന്നും വ്യൂ ഉണ്ടാവും. പോല്ലേ ഫോട്ടോ എടുത്തേ, ക്ലിക്ക്. ഓക്കെ നടക്കും. അടിപൊളി വ്യൂ എടുത്തോ. അതിസാഹസികമായി ഫോട്ടോഷൂട്ട് ചെയ്ത് മോൻ കാണില്ല. അതെ നടക്കണം, ഇതിനെ നടക്കും. അങ്ങനെ തന്നെ നടന്നോ, ബാക്കിൽ കിടന്നോ. മരച്ചില്ലയിൽ അതിലൊന്നുമില്ല, എയിലും നടക്കടാ. എല്ലാം പാറയുടെ മുകളിലൂടെ നടന്നു വരുന്ന ഇതാണ് നമ്മുടെ വ്യൂ. പൊളി പൊളി പൊളിയേ. പാറമുകൂടി നടക്കുകയാണെന്ന് ശരിക്കും നടന്നൂടെ? അതാ പുതിയ ഊടുവഴികൾ കണ്ടെത്തി. അടുത്ത വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി. നടക്കേ നമുക്കേ സൂര്യൻ അവിടുന്ന് നമ്മളാ ടെൻ്റ് അടിച്ച സ്ഥലം ഉണ്ടായില്ലേ, അവിടുന്ന് ഒന്നുകൂടിയും കിട്ടും. ഇതിലൊന്നും വഴിയില്ല. അല്ല ഇതിലുണ്ട് ഇവിടുന്ന് കുറച്ചുള്ളടാ. പുതിയ വഴി കണ്ടുപിടിച്ച് നടന്നോ, ഒരാണ് ചാടിയാൽ മതി. നടക്ക്, സെറ്റാണ്, ഷൂട്ടിംഗ് ആണ്. കണ്ണിലൊക്കെ വരുന്നത്. ആഹാ അതിൻ്റെ മൂപ്പ തന്നെ വീട്. ഫോട്ടോ ആള് കൂടിയല്ലോ. തന്നെ പോയിണ്ട്. സൂര്യൻ കണ്ടോ കുറച്ചിങ്ങനെ പൊന്തി വരാൻ തുടങ്ങി. ഇനി ഞാൻ ഉടനെ ഇറങ്ങില്ല. ആ കോടപ്പളൊന്നും ആയിട്ടില്ല, അതേപോലെ തന്നെ നിൽക്കുക ഒരേ പോലെ. ഇതാ ഇനി വെറുതെ എടുത്താണ്ടാ. ആ 2 മല ഉണ്ടോ, അടിപൊളി വ്യൂ അല്ലേ? 2 മലൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ പൊന്തി തന്നെ അടിപൊളി വ്യൂ. പിന്നെ ഇതിൻ്റെ മുകളിൽ ടെൻ്റ് അടിക്കാം കേട്ടോ. ടെൻ്റ് അടിക്കാൻ ആന ഉണ്ടാവും, അതൊരു സീനാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ നമുക്കൊരു ദിവസം ടെൻ്റ് അടിച്ചാലോ? ടെൻ്റ് ഉണ്ട് ഇവിടെ. ഇത് കണ്ടില്ല, നമ്മൾ ഫസ്റ്റ് കയറി വന്നപ്പോൾ കണ്ടിരുന്നല്ലോ അവിടെ ടെൻ്റ് അടിച്ചേ അതിൻ്റെ മുകളിൽ. അപ്പോൾ ഇവിടെ ടെൻ്റ് അടിക്കാം. പക്ഷേ ഇത് പ്രൈവറ്റ് തന്നെ അല്ലേ? പ്രൈവറ്റാ, അതുകൊണ്ട് സീനൊന്നുമില്ല. പിന്നെ ഇതൊന്ന് സ്റ്റേ ആക്കിയിരുന്നു. പക്ഷേ ആ കൊറോണൻ്റെ സമയത്ത് ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് കയറി വന്നിട്ട് ഒരുപാട് ആളുകളുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ നാട്ടുകാരൊക്കെ പ്രശ്നം ഉണ്ടാക്കി. കൊറോണ സ്റ്റാർട്ട് ചെയ്ത ആ സമയത്തൊക്കെ ഫസ്റ്റ് ഒന്ന് സ്ട്രോങ് ആയി നിന്നില്ലേ, ആ ഒരു സമയത്ത് പിന്നെ ഒരുപാട് ആൾക്കാർ കൊണ്ട് വന്നിട്ട് അതിങ്ങനെ സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ നാട്ടുകാർ കുറേ കച്ചറൊക്കെ ഉണ്ടാക്കി, അങ്ങനെ നിന്നത്. പിന്നെ ഇപ്പോൾ വീണ്ടും ഞാൻ തുടങ്ങിയത്. പിന്നെ ഈ പേകത്തന്നെ കണ്ടില്ല, അവിടെ ഫാമിലിയൊക്കെ ഉണ്ട് അങ്ങനെ. അപ്പോൾ ടെൻ്റ് അടിക്കാം, കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്. പക്ഷേ ആന ഉണ്ടോ ഇപ്പോൾ ഈ സമയത്ത്? ആന ഉണ്ടോ എന്നില്ല നോക്കണം. കാരണം നമ്മൾ അവിടെ നിന്നപ്പോൾ അവിടെ ഒരു ഇതുണ്ടല്ലോ, നീളംപാറ എന്ന് പറഞ്ഞിട്ടൊരു പാറ കണ്ടില്ല, അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഒരു ചോലയൊക്കെ പോകുന്നുണ്ട്, കുറച്ച് വെള്ളം ഒഴിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്കൊക്കെ ആന ഇറങ്ങുന്ന ഒരു സ്ഥലമാണത്. ഇനിയിപ്പോൾ ഏകദേശം ഇവിടുത്തെ വ്യൂ ഒക്കെ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഇതേ ഒന്നുകൂടെ ആ വ്യൂവിൻ്റെ അവിടേക്ക് ഒന്ന് പോയി നോക്കട്ടെ കേട്ടോ, എന്താണ് അവസ്ഥ എന്നുള്ളത്. കോട കുറച്ച് മോൾക്ക് പൊന്തി വന്നിക്കണമെന്നുള്ളത് അറിയില്ലല്ലോ. ടാസ്ക് കൊഞ്ഞ് ചാടിയാൽ താഴെ ഉണ്ടാവും കേട്ടോ. ആന്ന് ലോ ഇതൊക്കെ ആനപ്പിണ്ടി പുല്ലൊന്നല്ലത്. ആനപ്പിണ്ടിനാണ് എന്ത് പുല്ലത്? മണത്ത് നോക്കുന്നു പാട്ടി. പറഞ്ഞോളൂ. ഓക്കെ അല്ലേ? എന്തൊക്കെയുണ്ട്? അപ്പോൾ നമ്മൾ ഇവിടുത്തെ വ്യൂകളൊക്കെ കണ്ടു. എത്ര ഉള്ളൂ? സൂര്യൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ പൊന്തി വന്നു. അപ്പോൾ കുറച്ച് ചൂടൊക്കെ ആയി തുടങ്ങി. പിന്നെ രാവിലെ ഇറങ്ങിയപ്പോൾ ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. കാരണം ഒരു 6 മണി, കുറേ നേരമായി 6 മണി വരെ ഇറങ്ങിയിട്ട് ഏകദേശം ആ ഒരു സമയത്ത് ഇറങ്ങിയിരിക്കണ്. അപ്പോൾ ഷൂട്ട് ചെയ്യാനും പറ്റുന്നില്ല. അപ്പോൾ സൂര്യല്ല, അങ്ങനത്തെ പ്രശ്നമുണ്ടായി, ലൈറ്റ് ഭയങ്കര കുറവായി. പിന്നെ അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി അപ്പോൾ ഇവിടുത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ, വ്യൂ ഇത്രേ ഉള്ളൂ. ഇങ്ങോട്ട് പിടിക്കുക. അപ്പോൾ എൻ്റെ കൈ വറക്കണമൊക്കെ
പുതിയ ക്യാമറമാനെ സെലക്ട് ചെയ്തിട്ടുണ്ടോ ആനു? അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ ഇങ്ങനെ എനേബിൾ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം